നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇടപഴകേണ്ടി വന്ന പ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെസ്സഞ്ചറിൽ വന്ന് പറയുകയാണെങ്കിൽ സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഞാൻ തന്നെ പറയാം. എനിക്കൊരു വിഷയം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. കാരണം ഇത് ആൾക്കാർ അറിയണം. കാരണം ഈ കാണിക്കുന്ന തോന്നിവാസം നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പ്രഭാവതി നമ്മൾ ഇടപെട്ടതുപോലെ നമ്മൾ സ്വയം ഇടപെട്ടിട്ടേ ഇതൊക്കെ മാറുള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു സിസ്റ്റം വന്ന് മാറ്റുമെന്നൊന്നും വെച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഇത് ഓർത്തെങ്കിലും ആൾക്കാർ അതനുസരിച്ച് കുറച്ച് പേരൊന്ന് അലേർട്ടായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കൊരു ഗോൾഡ് ലോണുണ്ട് SBI ബാങ്ക് മുണ്ടത്താനത്ത്. അപ്പോൾ അത് എല്ലാ വർഷവും ഞാൻ കരമടച്ച രസീത് കൊടുത്തെങ്കിലേ നമുക്കിത് പുതുക്കി വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും ഞാനത് പുതുക്കേണ്ട സമയത്താണ് പോയി കരമടയ്ക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം 2018 എനിക്ക് തോന്നുന്നു, ഞാൻ പുതുക്കാൻ എനിക്ക് ഞാൻ മണിമല ഈ തീരദേശ റോഡ് വഴിയാണ് മണിമലയ്ക്ക് പോകുന്നത്. ഞങ്ങളുടെ വില്ലേജ് ഓഫീസ് അവിടെയാണ്. അപ്പോൾ ആ പ്രാവശ്യം വെള്ളം പൊങ്ങി കിടക്കുന്നതുകൊണ്ട് എനിക്ക് തീരദേശ റോഡ് വഴി പോകാൻ സാധിച്ചില്ല. ഞാൻ കറുകച്ചാൽ ചെന്നിട്ട് മണിമലയ്ക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ, അതായത് ഞാൻ നേരെ ഇവിടുന്ന് മണിമലയ്ക്ക് പോകുന്നതിന് 10 അതായത് 30 കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചു. ഒരു 18 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതിന് പകരം അത്രയും സഞ്ചരിച്ചാണ് ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ ചെന്നത്. കറക്റ്റ് 10 മണിക്ക് ഞാൻ ചെന്നു. കാരണം എനിക്കിത് പുതുക്കണമല്ലോ, 2 ദിവസത്തിനകം പുതുക്കേണ്ടതാണ്. ഒറ്റ മനുഷ്യല്ല, തൂത്ത് വരുന്ന ചേച്ചിയല്ലാതെ അവർ ഒരാൾ പോലും ആ സമയത്ത് വന്നിട്ടില്ല. 11 മണിയായി. 11:30 ആയപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെന്താ ആരും വരാതെ ചോദിച്ചു. പറഞ്ഞു, മോളെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതാശ്വാസം അന്വേഷിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരാൾ പോലും ഇല്ല കേട്ടോ. ഇതിന് പറയാൻ ആ സമയത്ത് ഈ പിന്നെ വന്ന എന്തോ പിയൂണോ അറ്റൻഡറോ അങ്ങനെയൊക്കെ ആരാണ്ടൊക്കെയാണ് വന്നത്. വില്ലേജ് ഓഫീസറോ ഒന്നുമില്ല. അന്ന് ഞാനൊരു 12 മണി വരെ അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഇനി നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇതേ സംഭവമാണ്. ഞാൻ പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ഞാനിതുപോലെ ഈ വെള്ളം പൊങ്ങി കിടക്കുന്ന സമയമായതുകൊണ്ട് പലയിടത്തും വെള്ളം ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കറുകച്ചാൽ വഴി ഞാൻ വീണ്ടും അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇതേപോലെ ഒരു അവസ്ഥയാണ്. അതുപോലെ അവസാനം ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ അത്യാവശ്യമാണ്, അടയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല, എനിക്ക് നാളെ പുതുക്കേണ്ടതാണെന്നൊക്കെ ഇതുപോലെ അവിടെ വന്ന ഒരു സ്റ്റാഫിനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പം അയാൾ ആരാണ്ടേ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി. അവസാനം അവരെവിടെയോ ഉണ്ടായിരുന്നു, വരുന്ന വഴിയോ എന്തോ എനിക്കറിയില്ല. എന്തായാലും ഒരു 10-11 ആയപ്പോൾ അവർ വന്നിട്ട് എൻ്റെ ഈ ബിൽ എടുത്തു, നമ്മുടെ ഈ കരം എടുത്തു, എൻ്റെ വസ്തുവിൻ്റെ കരം എടുത്തു. അപ്പം കുളത്തൂർമൊഴിയിലാണ് എനിക്ക് വസ്തു ഉള്ളത്. അപ്പോൾ അതിൻ്റെ കരം അടയ്ക്കണമെങ്കിൽ ഞാൻ മണിമല പോകണം. ഞാനിപ്പോൾ താമസിക്കുന്ന പത്തനംതിട്ട, പക്ഷേ എൻ്റെ വസ്തു അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോയി കരം അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് അടച്ചിട്ട് ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം എനിക്ക് എന്നോട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. കരമടച്ച രസീത് കിട്ടി. ഞാനിങ്ങനെ വരട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വേണ്ട നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയാൽ മതിയല്ലോ. അപ്പോൾ തിരിച്ച് വീണ്ടും ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ നെടുകുന്നത്തൊരു അമ്മാവൻ്റെ കടയുണ്ട്. അവിടെ എൻ്റെ അമ്മാവൻ്റെ കടയുടെ മുമ്പിലായിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദറും ഫാമിലിയും കൂടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് വർത്താനം പറഞ്ഞു നിന്നപ്പോൾ, വാടി നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നോട് ചോദിച്ചു, നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചേൻ്റെ വീട് ഈ 8 മൈലാണ്, കടയനിക്കാടാണ് വീട്. അപ്പോൾ പുള്ളിക്ക് ഈ വില്ലേജ് ഓഫീസുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. പുള്ളി സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്, ഗവൺമെൻറ് സർവീസിൽ തന്നെ ആയിരുന്നു, വിരമിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്ന ആളുമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചേട്ടാ ഞാൻ ഇന്നലെ തൊട്ട് നടക്കുക, എനിക്ക് വെള്ളപ്പൊക്കം ആയത് കാരണം ഇതുപോലെ 2 പ്രാവശ്യം എനിക്ക് പോകേണ്ടി വന്നു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചൻ പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ പോയത്, ഓൺലൈനിൽ അടയ്ക്കാമല്ലോ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല കാരണം ഓൺലൈനിലൊന്നും അടയ്ക്കാമെന്നുള്ള കാര്യമൊന്നും സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അറിയാവുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കൊച്ചേട്ടാ എനിക്ക് അത് അറിയത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല. അന്നേരപ്പം തന്നെ വില്ലേജ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയില്ലേ ഓൺലൈൻ വഴി നമ്മുടെ കരം അടയ്ക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തിരിച്ച് മറുപടി പറയുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരാളെ നിങ്ങൾ ഈ 2 ദിവസം വരുത്തിയെന്നൊക്കെ പറഞ്ഞു. കൊച്ചേട്ടൻ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ പുള്ളി അത്രയും ദേഷ്യപ്പെടുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറണം, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞ് കൊച്ചേട്ടൻ ഭയങ്കരമായിട്ട് അവരോട് കയർത്ത് സംസാരിക്കുന്നതൊക്കെ അന്ന് ഞാൻ കണ്ടു. അപ്പോൾ അന്നാണ് ഞാൻ അറിയുന്നത് ഇത് ഓൺലൈൻ വഴി. അതിൽ പിന്നെ എനിക്ക് അവിടോട്ട് പോയിട്ട് വന്നിട്ടില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും അക്ഷയ സെൻറ്ററോ ഞങ്ങളുടെ അടുത്തുള്ള ദിവ്യേട്ടൻ CSC ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ കരമടയ്ക്കുക ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് അവർക്കറിയാം, വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ട, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അക്ഷയ സെൻറ്ററിലോ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് അവർക്ക് വേണമെങ്കിൽ ഒരു വാക്ക് ആ സമയത്ത് അവിടെ വന്നിരുന്ന ഒരു സ്റ്റാഫിനെ എനിക്ക് പറഞ്ഞു തരാമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞില്ല. കാരണം അവരുടെ മുമ്പിൽ ചെന്ന് നമ്മളിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ സുഖം അപ്പോൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞുകൂടെ, ചേച്ചി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ല, ചേച്ചി ഇന്നടത്ത് നടച്ചാൽ മതി, എന്തിനാണ് ഇത്രയും ദൂരം ഈ വെള്ളപ്പൊക്കത്തിന് വരുന്നത് എന്ന് ഞാൻ അവരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്കിതുപോലെ ബുദ്ധിമുട്ടാണ്, വെള്ളം പൊങ്ങി കിടക്കുകയാണ്, എനിക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് വേണം വരാമെന്നൊക്കെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞാൻ
ഈ കരമടയ്ക്കുന്ന സമയത്ത് അവരൊന്നും പറഞ്ഞിട്ട് എന്നിട്ടും അവരുടെ വായിന്ന് ഒരു അക്ഷരം വീണില്ല. കൊച്ചാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അങ്ങനൊരു സൗകര്യം അന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിയാം. അതിനുശേഷം ഇപ്പം അതിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഞാൻ ഈ കരമടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളെപ്പോഴും ഓൺലൈൻ വഴി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം. നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ഒരു ഈ പറഞ്ഞ പോലെ കൈക്കൂലി കൊടുക്കുക ചെറിയ തുകയാണ്. അപ്പോൾ 500 രൂപയെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അത് കൊടുക്കേണ്ടി വന്നു. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം എനിക്ക് അറിയുക കൂടിയില്ല ഇത് കൈക്കൂലിയാണ്, അവർ ഫീസാണെന്നാണ് പറഞ്ഞത്. എനിക്കത് ബില്ലൊന്നും തന്നില്ല എന്ന് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അവരുടെ കൈക്കൂലിയാണ് മേടിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇന്ന് സാറേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പൂച്ചിച്ചോ കാരണം നമ്മുടെയാണല്ലോ ആവശ്യം. നമ്മുടെ കരമടച്ച പൈസ കൊണ്ടാണ് ഇവർ ഇപ്പോൾ ശമ്പളം മേടിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ്. നമ്മളവരെ പോയിട്ട് പഞ്ചപുച്ഛം മടക്കി നമ്മളിങ്ങനെ പറഞ്ഞ് ഓച്ചാനിച്ച് പോയി നിൽക്കുന്നത് അവർക്കൊരു സുഖമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം പലരും പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും പലരും ഈ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കരമടയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് CSCയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടോട്ട് പോയി നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി അതൊന്നും വേണ്ട. നമുക്ക് ഓൺലൈനായിട്ട് ഈ കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണിതൊക്കെ, 1 രൂപ പോലും മുടക്കില്ലാതെ. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് എല്ലാ കാര്യങ്ങളും ബോധവാനായിരിക്കും. അന്നപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം ഇന്നത്തെ കഥ ഇതാണ്. പക്ഷേ കഥകൾ ഒരുപാടുണ്ട് പറയാൻ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിനെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കുറേ സംശയങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ബൈ.